കർമ്മം വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ദേവസ്വം മന്ത്രിമാരുടെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാനൊരു 10-12 വർഷമായിട്ട് പറയുന്ന കാര്യം, കേരളത്തിലെ ദേവസ്വം മന്ത്രിമാരും ക്ലച്ച് പിടിക്കുന്നില്ല. എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു 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 ചരിത്രം എങ്ങനെയാണ്. നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കാർത്തികേയൻ മന്ത്രിയായിരുന്നു, ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നു, UDF-ന്റെ വലിയ നേതാവായിരുന്നു, ഹിന്ദു സമുദായത്തിന്റെയും നായർ സമുദായത്തിന്റെ ഒക്കെ വലിയ നേതാവൊക്കെ ആയിരുന്നു. പക്ഷെ പകുതിയായപ്പോ നിർത്തി, ആ പണി മാറ്റിയിട്ട് പുള്ളിക്കാരനെ സ്പീക്കറാക്കി. അവിടെ ഇരുന്ന് പുള്ളിക്കാരെ സ്വർഗാരോഹണം നടത്തുകയും ചെയ്യും. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നതിൽ ഒരു മന്ത്രി എന്തായാലും വാഴുന്നില്ലേ. അതുപോട്ട് കാർത്തികൻ സാർ പോയിട്ട് അടുത്ത് വന്നത് KC വേണുഗോപാല. ഇപ്പൊ പപ്പുവിന്റെ പെട്ടി ഞമന്നുകൊണ്ട് നടക്കുക. ഞാൻ അക്കാര്യമൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ ചെന്ന് പെട്ടുവെന്നും എവിടെയൊക്കെ ചെന്ന് പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും എന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ഇനി ഞാൻ പറയുന്ന അടുത്ത ഉദാഹരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചാൽ മതി. അങ്ങനെ വേണുഗോപാലും കഴിഞ്ഞിട്ട് അടുത്ത് വന്നത് G. സുധാകരനാണ്. സർവ്വസാത്വികനാണ്. ഇപ്പൊ ഞാനിത് പലപ്പോഴും പറഞ്ഞു, ഈ ദേവസ്വം മന്ത്രിമാരും വാഴുന്നില്ലല്ലോ എന്നും. നമ്മുടെ സുധാകരൻ സഖാവ് ഒരു കുഴപ്പമില്ല, വളരെ നീതിമാനാണ്. പൊതുമരാമത്തിന്റെ കൂടെ വകുപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വളരെ നീതിമാനാണ്, സത്യസന്ധനാണ്. 5 പൈസയുടെ അഴിമതി കാണിക്കുന്നില്ല. പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. പക്ഷെ അദ്ദേഹം സ്വന്തമായിട്ട് 5 പൈസ എടുത്തിട്ട്, പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാവിന്റെ അടുത്ത് പറയുന്ന മാതിരി, ഈ അമ്പലത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് കാലിലെ മണലും കൂടെ തട്ടി കാല് കഴുകിയിട്ടാണ് ഇറങ്ങി പോകുന്നതെന്ന് പറയും. അതുപോലെ സുധാകരൻ മന്ത്രിയെ പറ്റിയിട്ട് ഒരു മണൽത്തരി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന് ശത്രുക്കൾ പോലും പറയത്തില്ല. പക്ഷെ അത്രയും നല്ലൊരു മന്ത്രിയായിരുന്നു. സാമുദായിക ഘടന വെച്ച് നോക്കിയാലും, അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് നോക്കിയാലും, പാർട്ടിയുടെ സീനിയോറിറ്റി വെച്ച് നോക്കിയാലും, അദ്ദേഹത്തിന്റെ ദൈക്ഷണികമായ കഴിവുകൾ വെച്ച് നോക്കിയാലും കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ലവണ്ണം ഭരിച്ച ഒരാളായിട്ടാണ് ശ്രീ G. സുധാകരനെ എതിരാളികൾ പോലും പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ആരെടുത്ത് ചോദിച്ചാലും സുധാകരൻ സാറിനെ പറ്റിയിട്ട് മോശപ്പെട്ട ഒരു വാക്ക് പറയത്തില്ല. അപ്പൊ അത്രയും എന്തുകൊണ്ട് യോഗ്യനാണ്. അപ്പൊ സുധാകരൻ സഖാവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വരട്ടെ, കാണാം. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് സുധാകരൻ സഖാവ് ഇപ്പം INGC-യുടെ പരിപാടി ഉണ്ടോ, KPCC-യുടെ പരിപാടി ഉണ്ടോ, മുസ്ലിം ലീഗിന്റെ പരിപാടി ഉണ്ടോ എന്ന് നോക്കി നടക്കുക. കാര്യം എന്താ, CPM-ന്റെ ഒരു പരിപാടിക്കും വിളിക്കാറില്ല. അപ്പം മന്ത്രി സുധാകരന്റെ കാര്യം ഏകദേശം ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്തെന്താ വരാൻ പോകുന്നതെന്ന് പറയാൻ എനിക്ക് ദീർഘദൃഷ്ടിയൊന്നുമില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മളെ കടന്നപ്പള്ളിയെ പറ്റിയിട്ടാണ്. അടുത്ത് വരുന്നത് കടന്നപ്പള്ളിയാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് വരുന്നത്. നമ്മളെ ചെവി കാണാൻ പറ്റാത്ത മുടി കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രി എന്ന ആൾക്കാർ ഇങ്ങനെ തമാശ പറയും. അദ്ദേഹം ഈ പറഞ്ഞുള്ള സുധാരണക്കാലും സാത്വികനാണ്. പക്ഷെ ഒരു കാര്യം പുള്ളിക്കാരനെ പറ്റിയിട്ട് ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, പുള്ളിക്കാരൻ ഒരു ആൾപ്പേരാന്ന് പറയും, ഇംഗ്ലീഷിൽ പ്രോക്സി എന്ന് പറയും. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ എന്തോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, പക്ഷെ കിട്ടേണ്ടിയിരുന്ന ഷിപ്പിങ്ങും മറ്റു വകുപ്പുകളൊക്കെ മാറിയിട്ട് ഇപ്പൊ മ്യൂസിയം വകുപ്പ് മാത്രം കൊടുത്തിട്ട്, മ്യൂസിയം രജിസ്ട്രേഷൻ അങ്ങനെ ഏതോ 1-2 വകുപ്പുകൾ കൊടുത്തിട്ട് ഇപ്പോഴും പുള്ളിക്കാരനെ വലിയ കുഴപ്പമില്ലാതെ ഇരുന്ന് പോകുന്നുണ്ട്. അത് പുള്ളിക്കാരൻ ആൾപ്പേരായിരുന്നത് കൊണ്ടായിരിക്കാനാണ് സാധ്യത. ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ, അത് കടന്നപ്പള്ളിയാണ്. പിന്നെ അടുത്ത് വരാൻ പോകുന്നത് ശ്രീ VS ശിവകുമാർ. VS ശിവകുമാർ അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു, കരുണാകരന്റെ കണ്ണിലുണ്ണിയായിരുന്നു, തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഏറ്റവും യുവ നേതാവായിരുന്നു. ഒരു സമയത്ത് K. മുരളീധരനെ പോലും വെട്ടി മുകളിൽ വന്ന ഒരു നേതാവായിരുന്നു ശ്രീ VS ശിവകുമാർ. അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാലോ. കുറച്ച് വിജിലൻസ് കേസുകളും കുറെ കാര്യങ്ങളും ഒക്കെ പെട്ടു. തിരുവനന്തപുരത്ത് MLA പോലും ആവാൻ പറ്റാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇടയ്ക്ക് ഏതോ ഒരു പാർട്ടിയിലൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകദേശം പേരും ഫോട്ടോയും ശിവകുമാറിന്റെ VS എന്ന് പറഞ്ഞു, ബാക്കി പേര് പറയത്തില്ല എന്നൊക്കെ ഒരു ചാനൽ പറഞ്ഞായിരുന്നു. VS-ലാ തുടങ്ങുന്ന ഒരു പഴയ മുഖ്യമന്ത്രിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു നേതാവ് ഞങ്ങൾ കൂടെ ഇപ്പം വരുമെന്നും പറഞ്ഞു ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ ഈ അവരുടെ പാർട്ടിയുടെ നിറമുള്ള ഷാളൊക്കെ തപ്പിച്ച് വെച്ചിട്ട് അതിൽ 4 വശത്ത് സ്വർണ്ണമൊക്കെ തുന്നി വെച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹം പോയില്ല. എന്താ പോകാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. പോകേണ്ടതായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ പുള്ളിക്കാരൻ MLA പോലും അല്ല. ഇനി അടുത്ത് തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടുമോ, ജയിക്കുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും പുള്ളിക്കാരന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ. ഇനി അടുത്ത് പോകുന്നത് കടകംപള്ളിയെ പറ്റിയില്ല. കടകംപള്ളിയെ പറ്റിയിട്ട് എനിക്കൊന്ന് പാർട്ടിയുടെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ദേവസ്വം ഭരിക്കാൻ പോയത്. വളരെ നല്ലൊരു മന്ത്രിയാണ്, പേരെടുത്തൊരു മന്ത്രിയാണ്. പക്ഷെ
കടകംപള്ളിയെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല, പറയേണ്ടതല്ല സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനായിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടുതൽ നാറ്റിക്കാൻ ഞാനില്ല. പിന്നെ അടുത്ത് വന്ന ആളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണ സഖാവ്. ഒരു സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും പിന്തുടർച്ചാവകാശിയായിട്ട് ആൾക്കാർ അഥവാ ഇൻ കേസ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് മുഖ്യമന്ത്രിയാവാൻ കുപ്പായം ധരിച്ചിരുന്ന ആളാ. ഇത്തവണ ഉള്ളതിൽ വെച്ചിട്ട് മത്സരിപ്പിച്ചിട്ട് ജയിപ്പിച്ച ഒരേ ഒരു കനൽത്തരിയ. കനൽത്തരി എവിടെ പോയി? ദേവസ്വം ബോർഡിൽ നിന്ന് നേരെ പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ ഇംഗ്ലീഷ് കേട്ടിട്ട് അവിടുത്തെ സ്പീക്കർമാർക്ക് ഞെട്ടി വിറച്ചിരിക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ പുള്ളിക്കാരൻ ഹിന്ദിയും പറഞ്ഞില്ല കേട്ടോ, നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ കാര്യം ഒരു കണക്കായിട്ടു. ഇനി നമുക്ക് വരാൻ പോകുന്നതാണ് പാവപ്പെട്ട വാസവൻ സഖാവ്. വാസവൻ സഖാവ് പണ്ട് PC ജോർജിനെ നമുക്ക് കോട്ടയത്ത് ജയിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ, പിന്നെ പൂഞ്ഞാർ ജയിപ്പിച്ചു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ വാസവൻ സഖാവാണ് ഇപ്പോ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്, ദേവസ്വം ബോർഡ് മന്ത്രി. എന്റെ പൊന്നിടാവേ, ഈ ദേവസ്വം ബോർഡിന്റെ ഞാൻ ഈ പറഞ്ഞ ചരിത്രമൊക്കെ കേട്ടല്ലോ. ഇനി ആരെങ്കിലും വന്നിട്ട് ദേവസ്വം ബോർഡ് വകുപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പോട്ടു. നമുക്ക് അന്ധവിശ്വാസത്തിന് ഒന്നും നമുക്ക് സ്ഥാനമൊന്നുമില്ല. നമ്മൾ ഭരണഘടന പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അന്ധവിശ്വാസമൊന്നും പാടില്ല. ഇത് കേട്ടിട്ട് മൻമോഹൻ ബംഗ്ലാവും 13 നമ്പർ കാറ് ഞാൻ എടുത്തോളാം. പണ്ട് പിന്നെ ഭ്രാന്തൻ ചാന്ത എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞ ഞാൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് 13 നമ്പർ കാറ് കൊടുത്തു. പിന്നെ മൻമോഹൻ ബംഗ്ലാവ് കൊടുത്തു. നമ്മളെ ഐസക് തോമസ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം. എയറിലും അല്ല, വെള്ളത്തിലും അല്ല, ഏതെങ്കിലും കിണറ്റിനകത്ത് വീഴുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ധവിശ്വാസത്തിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഈ 13 നമ്പരും ഈ മൻമോഹൻ ബംഗ്ലാവുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കേറി എടുത്തതാണ്. അതോടെ പോയി ആ പോക്കിന്. പിന്നീട് എം പി ആയി മത്സരിച്ചു, അവിടെയും തോറ്റ്. MLA അല്ല, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഫോർ സ്റ്റഡീസ് എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അതിന്റെ പ്രൊഫസറായിട്ടോ ചെയർമാനായിട്ടോ ഒക്കെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നത്. നന്ദി, നമസ്കാരം. ഇത്രയും പറഞ്ഞു. എന്നെ സഹായിച്ചതിന് നന്ദി, നമസ്കാരം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവേദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.